നമസ്കാരം. +1 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today in this video I would like to explain about the important characteristics or functions of accounting, and also the important objectives of accounting are also discussed in this video lecture. See, in the last class we discussed the introduction part of the accounting. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെഫിനിഷൻ ആയിരുന്നു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം ഈ ചാനലിൽ വരുന്ന പുതിയ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദി ക്ലാസ് റൂം. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ചില ടെക്സ്റ്റ് ബുക്കുകൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇത് ഒരുക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഇത് ഫസ്റ്റ് ഫങ്ഷനായിട്ട് പറയുന്നത്, സത്യത്തിൽ ഈ ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ഡെഫിനീഷന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് നൽകിയിട്ടുള്ള ഡെഫിനീഷനെ അനലൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ഫങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ആദ്യ ഫങ്ഷനായിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫങ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഈ പ്രോസസ്സ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജേണലിൽ എഴുതുന്ന പ്രോസസ്സിന് ജേണലൈസിങ് എന്ന് പറയും. 3-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് ജേണലൈസിങ് പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റേജാണ്, റെക്കോർഡിംഗ് ആണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് ബുക്കിലേക്ക് എഴുതുന്ന പ്രൈം ബുക്കാണ് ജേണൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന പുതിയൊരു ടേമാണ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഇവൻറ്റുകൾ എന്താണ്? ഇവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ സംഭവങ്ങളാണ്, ഇൻസിഡൻസ് ആണ്. ക്ലിയർ ആണ്, നിങ്ങൾ പറഞ്ഞത് ഇൻസിഡൻ്റ് ആണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ഇൻസിഡൻസുകൾ സംഭവിക്കും, ഒരുപാട് ഇവൻറ്റുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ ചിലത് ഫിനാൻഷ്യൽ ഇക്കണോമിക് ഇവൻ്റ് ആയിരിക്കും, ചിലത് നോൺ ഇക്കണോമിക് ഇവൻ്റ് ആയിരിക്കും. നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഇവൻറ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു മാനേജർ അപ്പോയിൻറ്റ് ചെയ്തു, പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇതിന് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതിലില്ല. അവർക്ക് കൊടുക്കുന്ന സാലറി ആണെങ്കിൽ അത് ട്രാൻസാക്ഷനാണ്, അല്ലെങ്കിൽ ഇക്കണോമിക് ഇവൻ്റാണ്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തു, അദ്ദേഹം ജോയിൻ ചെയ്തു എന്നുള്ള ഒരു ഇവൻ്റ് ഉണ്ടല്ലോ, എന്താവുന്നില്ല, അതൊരു ഇക്കണോമിക് ഇവൻ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്താവുന്നില്ല, ട്രാൻസാക്ഷൻസും ആവുന്നില്ല എന്ന് പറയാം. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇക്കണോമിക് ഇവൻ്റാണ്. ഇങ്ങനെയുള്ള ഇക്കണോമിക് ഇവൻ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഇവൻ്റ് ഉണ്ട്, മറ്റൊരു എൻറ്റിറ്റിയുമായിട്ട് നടക്കുന്ന, അതായത് നമ്മുടെ ബിസിനസ് മറ്റൊരു വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ആയിട്ടോ നമ്മൾ നടത്തുന്ന ഇടപാടുകളാകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ട്രാൻസാക്ഷനായിട്ട് മാറുന്നത്. അതിനെയാണ് എക്സ്റ്റേണൽ ഇവൻ്റ് എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഇക്കണോമിക് ഇവൻ്റായിട്ട് മാറുന്നത്. അതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റൊരു സാധ്യത ഇൻറ്റേർണൽ ഇവൻറ്റുകൾ സംഭവിക്കും. ഇൻറ്റേർണൽ ഇവൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റോ മെറ്റീരിയൽസ് കൊടുത്തു. പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മളെ ഗോഡൗണിൽ നിന്ന് മെറ്റീരിയൽ ആ പ്രൊഡക്ഷൻ ഫാക്ടറിയിലേക്ക് കൈമാറി. ഇവിടെ എന്ത് നടക്കുന്നില്ല, ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഇതൊരു ഇൻറ്റേർണൽ ഇവൻറ്റിന് ഉദാഹരണമാണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാം. ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് എഴുതുന്നത് ഈ കാണുന്ന, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച എന്നോളം നമ്മൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് അതിൽ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ് ഇൻ എ ബുക്ക് കോൾഡ് ജേണൽ എന്നാണ് അതിന് പറയാം. സോ ദ സെക്കൻഡ് ഫങ്ഷൻ ഇറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആണ്. വൺസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ജേണൽ, it should be transferred or it should be classified
ത്രൂ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിലൂടെയാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അനലിറ്റിക്കൽ ഇൻഫർമേഷൻ നമുക്ക് അക്കൗണ്ടിങ്ങിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻസിന് ജേണലിലൂടെ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിലൂടെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന് സിമിലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ സോർട്ട് ചെയ്തിട്ട് കൺസേൺഡ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇവിടെ ഇതാണ് ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഫംഗ്ഷനിൽ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സാലറി കൊടുത്തപ്പോൾ ക്യാഷ് ഉണ്ടാവും, പർച്ചേസ് ചെയ്ത സമയത്ത് സാലറിൻ്റെ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, അങ്ങനെയുള്ള അതുപോലെ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും, സെയിൽ നടന്നപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് അക്കൗണ്ടിലേക്ക്, പർച്ചേസിന് പർച്ചേസ് അക്കൗണ്ടിലേക്ക്, സെയിൽസിലെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ക്ലാസ് നോട്ടിൽ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് ഇങ്ങനെ എഴുതാം, ക്ലാസിഫയിങ് ആണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ലെഡ്ജർ അക്കൗണ്ട്സിലൂടെയാണ് എന്നുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നത് സമ്മറൈസിങ് ആണ്. ഈ സമ്മറൈസിങ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു കൺസോളിഡേറ്റഡ് റിസൾട്ട് സപ്ലൈ ചെയ്യാം, കൺസോളിഡേറ്റ് ചെയ്യണം ഡാറ്റകളെ. അത് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ട്രയൽ ബാലൻസും അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഇതിലൂടെയൊക്കെ പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെയാണ്, അക്കൗണ്ടിങ് ഫേസസിനെയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സിലൂടെ അല്ലെങ്കിൽ ഫങ്ഷൻസിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഫോർത്ത് ഫംഗ്ഷൻ ഇറ്റ് ഈസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റ അനലിറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിന് സഹായകമായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിൽ നിന്ന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ കാണുന്നുണ്ട് ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ബ്രാഞ്ചസ് എന്നുള്ളത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇത്തരത്തിലുള്ള അനലിറ്റിക്കലായിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ സഹായിക്കുന്നതെന്ന് കൂടിയും ഇവിടെ ഓർക്കാവുന്നതാണ്. ദ ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. അക്കൗണ്ടിങ് യൂസേഴ്സിന് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ്, മാനേജേഴ്സ് പോലെയുള്ള ആളുകൾക്ക് വിവരങ്ങൾ കൊടുക്കുക. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്, ലെൻഡേഴ്സ് പോലെയുള്ള, വിശദമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. അപ്പോൾ അത്തരം ആളുകൾക്ക് വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണെന്ന് നമുക്കിവിടെ ഓർക്കാം. സോ ഇത്രയാണ് 5 ഫംഗ്ഷനായിട്ട് പറയാനുള്ളത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി. ഒന്നാമതായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. സാലറി കൊടുത്തിട്ടുണ്ടാവും, ഫേർണിച്ചർ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫേർണിച്ചർ മേടിച്ച ഡേറ്റ് എന്നാണ്, ഇപ്പോൾ ഈ നിലവിൽ എത്രത്തോളം ഫേർണിച്ചർ അവിടെ ഉണ്ട്, അതുപോലെ സാലറി എത്ര കൊടുത്തു, എന്ന് കൊടുത്തു, സെയിൽസ് എത്രത്തോളം നടന്നു, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അവർക്കറിയണം. അപ്പോൾ ബിസിനസ്സുകാരന് എല്ലാ സമയങ്ങളിലും ബിസിനസ്സിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനീനെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവിടുന്ന് ഒരു ഉറുപ്പ്യ മിസ്സിങ് ആണെങ്കിൽ പോലും അക്കൗണ്ടിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? അത് അക്കൗണ്ടിങ് റെക്കോർഡ്സിലൂടെ അത് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി, നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ? കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഈസ് ആൾവേസ് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത് എന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. അവിടുത്തെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ കാണും. പിന്നെ അക്കൗണ്ടിങ് തന്നെ വരുന്ന കൊമേഴ്സിൽ വരുന്ന മറ്റൊരു സബ്ജക്റ്റിന് ഓഡിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ CA കാരൊക്കെ ആണെങ്കിൽ എന്താണ് ജോലി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഡിറ്റിംഗ് പോലെയുള്ള ഫങ്ഷൻസാണ്. അത് ചെക്ക് ചെയ്യാവുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്, സാധാരണഗതിയിൽ ഞാനിത് ക്ലാസ്സിൽ ചോദിക്കുകയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കുകയാണ് എന്തായിരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, വൈ വി പ്രിപ്പയർ അക്കൗണ്ടിങ് എന്ന് ചോദിക്കുകയാണ്. അവർ പറയും സർ ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. യെസ്, ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ് നടക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ്, വെദർ അവർ ബിസിനസ് ഈസ് റണ്ണിങ് ഓൺ പ്രോഫിറ്റ് ഓർ ലോസ്, ഇത് അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടാവും? ബിസിനസ്സുകാരന് താല്പര്യം ഉണ്ടാവും. ഇത് അറിയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? അക്കൗണ്ടിങ് സഹായിക്കുന്നു. ത്രൂ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ദ ബിസിനസ് ഈസ് റണ്ണിങ് ഓൺ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് അറിയാൻ പറ്റും.
മൂന്നാമതായിട്ട് അറിയാൻ പറ്റുന്നത് അല്ലെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് ടു ഡിറ്റർമിൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എത്രത്തോളം ആസ്തിയുണ്ട്, അസറ്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ലയബിലിറ്റി നമുക്കുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും. നമ്മുടെ കട എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്, മെറ്റീരിയൽ തിങ്സ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. അതിൽ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിലൂടെയാണ്. നമ്മൾ ഈ വർഷം ഇതൊക്കെ കാണും, പഠിക്കാനുള്ളതാണ്. അതേസമയത്ത് ഫിനാൻഷ്യൽ പൊസിഷൻ ആണെങ്കിൽ ഏതാണ്? യെസ്, ബാലൻസ് ഷീറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മാരുതിയാണോ ഏറ്റവും റിച്ച് കമ്പനി, അതല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ആണോ? അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സ് ആണോ മാരുതിയാണോ ഏറ്റവും ലീഡിങ് അല്ലെങ്കിൽ റിച്ചസ്റ്റ് കമ്പനി ഏതാണ്, സുസുക്കി ആണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടാണ് പരിശോധിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ നിന്നാണ് അവരുടെ നെറ്റ് വർത്തിനെ കുറിച്ചും ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ചൊക്കെയുള്ള ഐഡിയ കിട്ടുന്നത്. സോ ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് എന്താണ്? To determine the financial position of the business എന്ന് പറയാം. And finally, to provide information, necessary information to various users. Accounting വ്യത്യസ്തമായ ആവശ്യമായ ആളുകൾക്ക് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നൊരു ടോപ്പിക് ഉണ്ട്, ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് അറിയേണ്ടി വരും. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ അതേപോലെ തൊഴിലാളികൾക്ക് അറിയണമെന്നുണ്ടാവും, ഓണേഴ്സിന് അറിയേണ്ടി വരും. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമായ വിധത്തിൽ കൊടുക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരും. സോ ഹൗ മെനി ഒബ്ജക്റ്റീവ്സ് ആർ ദർ? 4 objectives, and you should remember these 4 objectives. Clear? ക്ലാസ് നോട്ടിലേക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് കൂടി എഴുതിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആൾസോ വി ഡിസ്കസ്ഡ്. കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.